ലോങ്ങൻ വേര് പിടിപ്പിക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ചിക്കൻസ് ഫാർമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്തുള്ള ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ലോങ്ങൻ്റെ വേര് പിടിപ്പിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഒരിക്കലും ഒരാളൊരു നേർച്ച നേർന്നു. അതായത് കാശില്ലാത്ത എനിക്ക് 1000 രൂപ കിടന്ന് കിട്ടുവാണെങ്കിൽ പുണ്യാളിനൊരു 500 രൂപ കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഒരു നേർച്ച നേർന്നു. ഇതൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനങ്ങ് നടന്നങ്ങ് പോയി. പെട്ടെന്ന് ഒരു 500 രൂപ കിടക്കുന്നു. ഓഹോ, പുണ്യാളിൻ്റെ വീതം എടുത്തിട്ട് എനിക്കുള്ളത് ഇട്ടിരിക്കുവാണല്ലേ എന്ന് പറഞ്ഞ് പുള്ളി ആ പൈസ അങ്ങ് എടുത്തു. എനിക്ക് ഇതിലൊരു സാരം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും അവസാനം നമുക്കിത് പറയുന്നു. നമ്മൾ ലോങ്ങിൽ നിന്ന് വേര് പിടിപ്പിക്കാൻ പറ്റില്ല. ഇത് ലോങ്ങിൽ നമ്മളൊരു കട്ട് ചെയ്ത ഭാഗമാണ്. ഇത് ഏകദേശം കുറിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരു കൂട്ടിലേക്ക് ഇത് പാക്ക് ചെയ്യാനായിട്ട് പോകണം. അത്യാവശ്യം അതിന് വേണ്ട ആദ്യം ഒരു കറ്റാർ വാഴ, തേന്, ചെറുതേനൊക്കെ നല്ല അത്യാവശ്യമാണ്. പിന്നെ എല്ലാ പ്രോട്ടീനുകളോടും കൂടിയൊരു മിക്സ് ചെയ്ത ഒരു മണ്ണ് ഇതിന് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വേര് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ അതിൻ്റെ അറ്റമൊക്കെ ചെറുതായിട്ടൊന്ന് കുറിപ്പിച്ച് റെഡിയാക്കുക. അതിന് ശേഷം നമ്മൾ ഈ കരിന്തല് ചെറുതായിട്ട് ഫുൾ ഭാഗം കളയേണ്ട, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നേരിയ രീതിയിലൊന്ന് കളഞ്ഞ് ക്ലിയറാക്കുക. അതിന് ശേഷം നമ്മൾ കറ്റാർ വാഴ, നല്ല വീതിയുള്ളൊരു കറ്റാർ വാഴ എടുക്കുക. ചിലപ്പോൾ അതിൽ നിന്ന് ഒരു കറ്റാർ വാഴയല്ല, ഒരു 2-3 പീസ് എടുത്തിട്ട് അതിൻ്റെ നടുക്കിലേക്ക് നമ്മളെടുത്ത ഈ പീസ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഇതിൻ്റെ വെളിയിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ എടുത്ത് ആ ഇതിലേക്കൊന്ന് കുത്തി റെഡിയാക്കുക. അതുകൊണ്ടല്ലേ ഏകദേശം ഒരു കറ്റാർ വാഴയിലേക്ക് നമ്മൾ കയറ്റി വിടുകയാണ്. നല്ല രീതിയിലൊന്ന് കയറ്റി വിടുക. ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഈ കരിന്തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് കളയുക. ഫുൾ കളയണ്ട. ഫുൾ കളഞ്ഞാൽ നമുക്ക് അതിൽ പെട്ടെന്നൊരു ചീക്കൊക്കെ വന്ന് ഫംഗസൊക്കെ വന്ന് കയറാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫുള്ള് കളയൽ. പിന്നെ ഒരു 2 ഇലയുടെ പകുതി, 2-3 ഇലയുടെയൊക്കെ പകുതി ഉണ്ടോ അത്രയും വെക്കുക, കട്ട് ചെയ്ത് വെക്കുക. ഈ ലോങ്ങൻ്റെ അതായത് കട്ട് ചെയ്ത് വെക്കുക. അതിനുള്ള ആഹാരം കിട്ടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് പുതിയ വേരൊക്കെ പെട്ടെന്ന് ഓടുന്നതിന് വേണ്ടി ഫുള്ളില്ല വെക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇതിലേക്ക് സെറ്റ് ചെയ്തതിന് കുറച്ച് തേനൂടെ ഇതിൽ പുരട്ടുക. അതിനുശേഷം നമ്മൾ ഇത് മണ്ണിലേക്ക് മിക്സ് ചെയ്ത പ്രോട്ടീൻ എല്ലാം കൂടി ഇതിലേക്കൊന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് മണ്ണിട്ട് നല്ലപോലെ ആ പ്രോട്ടീൻ നമ്മളെല്ലാം മിക്സ് ചെയ്തും കൂടെ ചെയ്താൽ മണ്ണ് നല്ലപോലെ ടൈറ്റിൽ ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത ഒരു ഇതുണ്ട്, നല്ലൊരു വളമുണ്ട്, ഒരു ഈ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ഒരു മിക്സിങ് ഉണ്ട്, തേനോട് കൂട്ടിയുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒന്ന് ഒഴിച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറ്റാർ വാഴയും കൂടെ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്, അത്യാവശ്യമാണ്. കാരണം ഫുള്ളിൽ വേര് കയറി വരാനായിട്ട് പെട്ടെന്ന് സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു വേര് വന്നതിന് ശേഷമുള്ള വീഡിയോ നെക്സ്റ്റ് ഒരു 45 ഡേയ്സിനുള്ളിൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അത് നമ്മളിപ്പം ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് മാത്രം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കറ്റാർ വാഴ നല്ലപോലെ സൈഡിലെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. അത് വേര് പിടിക്കാനായിട്ട് വളരെയധികം സാധിക്കും. നല്ലപോലെ മണ്ണ് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. പിന്നെ അത്യാവശ്യം വളം കൂടിയ മണ്ണായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വേരോട്ടം നല്ലപോലെ ലഭിക്കുകയുള്ളൂ. നല്ലപോലെ അങ്ങോട്ട് ടൈറ്റ് അങ്ങോട്ട് റെഡിയാക്കുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യം സൂര്യപ്രകാശം നേരിട്ടേക്കാത്ത സ്ഥലത്ത് ഗ്രീൻ നെറ്റിൻ്റെ അടിയിലോ വല്ല ഷെയ്ഡിൻ്റെ അടിയിലൊക്കെ ഉള്ളൂ ഇത് വെക്കാൻ പാടുള്ളൂ. നല്ല രീതിയിൽ വെയിൽ അടിക്കുന്നിടത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ ഏകദേശം ഒരു നല്ലപോലെ ഇപ്പോൾ ഒരു മഴയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഏറ്റവും നല്ല ബഡിങ്ങിന് പറ്റിയ കാലം, അതായത് വേരൊടിപ്പിക്കാൻ കാലം ഒക്ടോബർ, നവംബർ, ഡിസംബറൊക്കെയാണ്. നമ്മൾ ഇനി 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ ഇത് ഈ വാഴയുടെ വാഴപ്പഴത്തിൻ്റെയൊക്കെ പഴമില്ല, അതിൻ്റെയൊക്കെ മിക്സിങ്ങാണ്. അതും തേനോടെ കൂടിയൊരു മിക്സിങ്ങാണ്. പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മണ്ണിട്ട് പോകണം, അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വന്ന് ഇത് നശിപ്പിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഒന്നുകൂടെ നല്ല ഇതിൻ്റെ മണ്ണിൽ ഇത് കാണാതെ നല്ലപോലെ ടൈറ്റിൽ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വെള്ളം രാവിലെയും വൈകിട്ടും നല്ലപോലെ കൊടുക്കുക. അതായത് ഒരു നേരിയ രീതി, ഒരു നനവ് കിട്ടുന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ ഒരു 45 ദിവസത്തിനകം നമുക്കിതിൽ പുതിയ ഇലകൾ വരുന്നതായിരിക്കും. അത് ഏകദേശമൊക്കെ ഒരു ടൈറ്റിലേക്ക് ഫുള്ള് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കറ്റാർ വാഴ തന്നെയാണ്. കറ്റാർ വാഴൻ്റെ ജെല്ലാണ് ഏറ്റവും നമ്മൾ ബഡിങ്ങിനും ഗ്രാഫ്റ്റിങ്ങിനും എല്ലാം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഉടനെ തന്നെ ഒരു ആവക്കാഡോയുടെ വീഡിയോ ഗ്രാഫ്റ്റിങ് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു
2 വർഷം മുമ്പ് ചെയ്ത വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അത് അവക്കാടോയാണ്. ഏകദേശം അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു കൂടെടുക്കുക. കൂട് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഈർപ്പം പറ്റിയതിന് ശേഷം അത് ഇതിൻ്റെ മണ്ടപടി ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ കൂടുതൽ ചെറിയൊരു ഇറക്കക്കുറവുണ്ട്, അല്ലെങ്കിൽ ഇതിനോട് ഫുൾ ഇറക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്തുനിന്നുള്ള അന്തരീക്ഷമൊന്നും കയറാതെ ഇത് സെറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ ഒരു റബ്ബർ ബാൻഡൊക്കെ കൊടുത്ത് നല്ലപോലെ സെറ്റാക്കുവാണെങ്കിൽ പെട്ടെന്ന് കൊടുത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. നമ്മുടെ റബ്ബർ ബാൻഡ് ഇതേ പൊട്ടിപ്പോയിരിക്കുന്നു. അതായത് പഴകിയ റബ്ബർ ബാൻഡാണ്, അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയത്. നമ്മളിനി കഥയുടെ സാരം എല്ലാത്തിലും ഒരു വിശ്വാസമുള്ളത് നല്ലതാണ്.